ഹലോ, ഞാൻ ഡോക്ടർ ദിവ്യ, തരുണി ആയുർവേദ വുമൺ വെൽനസ് ക്ലിനിക്, കണ്ണൂർ. കാലാവസ്ഥാ വ്യതിയാനങ്ങളുടെ ഒരു കാലത്താണ് നാം ഇന്ന് ജീവിക്കുന്നത്. ദിനംപ്രതി കൂടിക്കൊണ്ടിരിക്കുന്ന അന്തരീക്ഷോഷ്മാവ് എല്ലാ ജീവജാലങ്ങളുടെയും നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്നു. വർദ്ധിച്ചുവരുന്ന ഈ അന്തരീക്ഷോഷ്മാവിന് ഏറ്റവും പ്രധാന കാരണം ഓസോൺ പാളിയുടെ നാശവും അൾട്രാവയലറ്റ് രശ്മികളുടെ കൂടുതലുള്ള പതനവുമാണെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇത്രയും ചൂടുള്ള കാലാവസ്ഥയിൽ പുറത്തേക്ക് പോകുമ്പോൾ സ്കിൻ കെയറിൽ നിങ്ങൾ സൺസ്ക്രീൻ ഉപയോഗിക്കാറുണ്ടോ? സൺസ്ക്രീൻ എന്നത് ഒരു ആഡംബരമായിട്ട് നിങ്ങൾക്ക് ഇപ്പോഴും തോന്നുന്നുണ്ടെങ്കിൽ അത് വളരെ തെറ്റായ ഒരു ചിന്തയാണ്. സൺസ്ക്രീൻ എന്നത് നിർബന്ധമായും സ്കിൻ കെയർ റൊട്ടീനിൽ ഉൾപ്പെടുത്തേണ്ട ഒരു കാര്യമാണ്. വർദ്ധിച്ചു വരുന്ന അൾട്രാവയലറ്റ് രശ്മികളിൽ നിന്നും നമ്മുടെ ചർമ്മത്തെ ഒരു പരിധിവരെ സംരക്ഷിക്കാൻ ഈ സൺസ്ക്രീനിന് കഴിയുന്നുണ്ട്. അൾട്രാവയലറ്റ് രശ്മികൾ UVA റേസ്, UVB റേസ് എന്നിങ്ങനെ രണ്ടു തരത്തിലുണ്ട്. ഇതിൽ UVA റേസ് ചർമ്മത്തിന് കേടുപാടുകൾ ഉണ്ടാക്കുന്നു, ചർമ്മത്തിന്റെ ഘടനയെ തന്നെ നശിപ്പിക്കുന്നു. UVB റേസ് സ്കിന്നിന് ക്യാൻസർ വരെ ഉണ്ടാക്കാൻ തക്ക ശേഷിയുള്ളവയാണ്. മോയ്സ്ചറൈസർ ഉപയോഗിച്ചതിന് ശേഷം മാത്രമേ സൺസ്ക്രീൻ നമ്മൾ ഉപയോഗിക്കുവാൻ പാടുള്ളൂ. വെയിലത്തേക്ക് ഇറങ്ങുന്നതിന് ഒരു 15-20 മിനിറ്റ് മുൻപെങ്കിലും സൺസ്ക്രീൻ ഉപയോഗിച്ചിരിക്കണം. ഇപ്പോൾ മെത്തേഡ് എന്ന് പറഞ്ഞാൽ സൺസ്ക്രീൻ ഉപയോഗിക്കാനുള്ള ഒരു രീതിയാണ്. വിരലിന്റെ ഈ ഫിംഗർ ടിപ്പിലേക്ക് സൺസ്ക്രീൻ എടുത്ത് ആ സൺസ്ക്രീൻ നമ്മൾ എവിടെയാണോ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുന്നത് ആ ഭാഗത്തേക്ക് ഡോട്ടായിട്ട് ഉപയോഗിക്കുക. അതിന് കവർ ചെയ്യാൻ തക്കവണ്ണം കൈകളിലായാലും കഴുത്തിലായാലും മുഖത്തായാലും ഫിംഗർ ടിപ്പിൽ ഈ ഒരു സൈസിൽ എടുത്തതിന് ശേഷം ഡോട്ടായി അപ്ലൈ ചെയ്ത് ഫുള്ളായി ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക. ഈ സൺസ്ക്രീൻ ഉപയോഗിക്കുന്നത് ഒരു 3-4 മണിക്കൂർ കഴിഞ്ഞ് വീണ്ടും അപ്ലൈ ചെയ്യണം. അല്ലാതെ നമ്മൾ രാവിലെ ഒരിക്കൽ സൺസ്ക്രീൻ ഉപയോഗിച്ചത് കൊണ്ട് നിങ്ങൾക്ക് അൾട്രാവയലറ്റ് രശ്മികളിൽ നിന്നും ഫുള്ളായിട്ടുള്ള ഒരു കവറേജ്, അതായത് മാക്സിമം സംരക്ഷണം കിട്ടിക്കൊള്ളണമെന്നില്ല. 3-4 മണിക്കൂർ കൂടുമ്പോൾ അപ്ലൈ ചെയ്യുന്നതാണ് ശരിയായ മെത്തേഡ്. മുഖം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം മറ്റു സ്കിൻ കെയർ പ്രൊസീജിയേഴ്സായ ടോണിംഗ്, മോയ്സ്ചറൈസിംഗ് മുതലായവ ചെയ്ത് അടുത്ത സ്റ്റെപ്പായി മാത്രമേ സൺസ്ക്രീൻ ഉപയോഗിക്കുവാൻ പാടുള്ളൂ. സൺസ്ക്രീൻ ഉപയോഗിക്കുമ്പോൾ ഓയിലി സ്കിന്നുള്ള ആൾക്കാരാണെങ്കിൽ ജെൽ ടൈപ്പായിട്ടുള്ള സൺസ്ക്രീൻ ഉപയോഗിക്കുന്നതാണ് നല്ലത്. ഡ്രൈ സ്കിൻ ആയിട്ടുള്ളവരിൽ ലോഷൻ രൂപത്തിലുള്ള സൺസ്ക്രീനുകളാണ് കൂടുതൽ അഭികാമ്യം. സൺസ്ക്രീൻ വാങ്ങുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാന കാര്യം SPF ഫാക്ടർ 30-ന് മുകളിലുള്ളതും PA++-ന് മുകളിലുള്ളതുമായ സൺസ്ക്രീനുകൾ വാങ്ങേണ്ടതാണ്. ഇതിൽ SPF 30-ന് മുകളിൽ എന്നത് UVB റേസിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതും PA++ എന്നത് UVA റേസിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതുമാണ്.